രാജ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങളാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ ഉണ്ടെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപം. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം ചില തെളിവുകളും പുറത്തുവിട്ടു. ഈ തെളിവുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ കർണാടക, ഹരിയാന, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികകളിൽ വലിയ ക്രമക്കേടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അദ്ദേഹം വെറുതെ പറഞ്ഞു വെക്കുന്നതല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഇന്നലെ അവസാനിച്ചത്. ഏകദേശം 1.25 മണിക്കൂറോളം നീണ്ട വാർത്താ സമ്മേളനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഏതു തരത്തിലാണ് തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാൻ ഭരണകൂടങ്ങൾ ശ്രമിച്ചത് എന്ന് അദ്ദേഹം തുറന്നു കാട്ടുകയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത് BJPയെ അധികാരത്തിൽ എത്തിക്കാനുള്ള കുറുക്കുവഴികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടു കൂടി തന്നെ നടന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ രൂക്ഷമായ ആരോപണം. അതിഭീകരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ സുതാര്യമല്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. കഴിഞ്ഞ ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വലിയ വിജയ പ്രതീക്ഷയിലായിരുന്നു. ഹരിയാനയിൽ ആദ്യഘട്ടങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോഴും കോൺഗ്രസ് 3/2 ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ വോട്ടെണ്ണൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോഴാണ് കോൺഗ്രസിനെ തറപറ്റിച്ചുകൊണ്ട് BJP അധികാരത്തിലേക്ക് കടന്നു വരുന്നത്. മഹാരാഷ്ട്രയിൽ ശിവസേന, NCP, കോൺഗ്രസ് സഖ്യം അധികാരം പിടിക്കുമെന്നായിരുന്നു എക്സിറ്റ് പോളുകൾ അടക്കം അവകാശവാദം ഉന്നയിച്ചത്. എന്നാൽ എക്സിറ്റ് പോളുകളെ അടക്കം പാടെ അവഗണിക്കുന്ന തരത്തിൽ മഹാരാഷ്ട്രയിൽ ശിവസേന BJP സഖ്യത്തിന് അധികാരത്തിലെത്താൻ കഴിഞ്ഞു. എന്നാൽ തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. ആ സ്ഥാനത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദയനീയമായി തകർന്നടിഞ്ഞത്. കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നു. 16 സീറ്റുകളായിരുന്നു കോൺഗ്രസ് പ്രതീക്ഷിച്ചത്. എന്നാൽ 9 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത്. കർണാടകയിൽ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുകളുണ്ടെന്നും ഒരു ബൂത്തിൽ ഇരട്ട വോട്ടുകളുടെ എണ്ണാൻ കഴിയുന്നതിൽ അപ്പുറമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നു. ഒരു വീട്ടു നമ്പറിന്റെ പേരിൽ മാത്രം 40ഓളം വോട്ടുകൾ ഉണ്ടെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. അതുമാത്രമല്ല, അദ്ദേഹം ഇന്നലെ വോട്ടർ പട്ടികയുടെ പതിപ്പ് പുറത്തുവിട്ടു. പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് ഇംഗ്ലീഷ് അക്ഷരമാലകൾ മാത്രം ചേർത്ത നിരവധി വോട്ടുകൾ അദ്ദേഹം പുറത്തുവിട്ട വോട്ടർ പട്ടികയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും രാഹുൽ ഗാന്ധി വലിയ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ജനാധിപത്യ ഇന്ത്യയെ പിടിച്ചുലയ്ക്കുന്ന ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിക്കുമ്പോൾ ഈ ആരോപണം ഏറ്റുപിടിച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും തീരുമാനം. കർണാടകയിൽ വലിയ പ്രതിഷേധം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തുന്നുണ്ട്. 1 ലക്ഷത്തോളം ആളുകളാണ് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. തിങ്കളാഴ്ച ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിൽ വലിയ പ്രതിഷേധം നടത്താൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ വലിയ ആരോപണം അതൊരു ബോംബായി രാജ്യവ്യാപകമായി പടർത്താനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. കോൺഗ്രസും അതേ തീരുമാനത്തിലാണ്. BJP ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കോടതിയിൽ പോയിക്കൂടാ എന്നാണ് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയക്കുമ്പോൾ ഈ തെളിവുകൾ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ ഹാജരാക്കാൻ രാഹുൽ ഗാന്ധി നിർബന്ധിതനാവും. അതോടൊപ്പം തന്നെ ഈ കേസ് കോടതിയിലെത്തുമ്പോൾ ഈ തെളിവുകൾ കോടതിക്ക് കൈമാറാനും രാഹുൽ ഗാന്ധി നിർബന്ധിതനാവും. അത്തരത്തിൽ തെളിവുകൾ കോടതിക്ക് കൈമാറുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ എന്തു നിലപാടെടുക്കുന്നു എന്നത് ഏറെ സുപ്രധാനമായ കാര്യമാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയും നരേന്ദ്രമോദിയും രാജ്യത്ത് അധികാരത്തിൽ വന്നത് കൃത്യമായ തെരഞ്ഞെടുപ്പിലൂടെയല്ല, തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചാണെന്ന് രാഹുൽ ഗാന്ധി അടിവരയിട്ട് പറയുമ്പോൾ എങ്ങനെ BJP ഇതിനെ പ്രതിരോധിക്കുമെന്നതാണ് കണ്ടറിയാനുള്ള കാര്യം.